G20 അധ്യക്ഷ സ്ഥാനം ഇന്ത്യ ഏറ്റെടുത്തു. G20 ഉച്ചകോടി നടത്താനായിട്ട് ഒരുപാട് ഒരുക്കങ്ങൾ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോഴൊന്നും തന്നെ നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു പദ്ധതിയുടെ ആസൂത്രണം ഇതിന്റെ എല്ലാം പിന്നിൽ മറ്റൊരു വശത്ത് നടക്കുന്നുണ്ടായിരുന്നു. G20 സമ്മേളനത്തിൽ ഒരുപക്ഷെ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നത്. ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി, ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്ന് വേണമെങ്കിലും പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം. ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനുള്ള ഒരു ഒന്നാം തരം ഒരു ബദൽ മാർഗം കൂടിയാണ് ഇന്ത്യയുടെ ഈ ഒരു കൃത്യമായ പദ്ധതി. ഇതിന്റെ എല്ലാ ആസൂത്രണവും ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ബുദ്ധിയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ബുദ്ധിയിൽ ഉദിച്ച ആശയം തന്നെയാണിത്. ഇന്ത്യയിൽ നിന്ന് കപ്പലിൽ ഗൾഫിലേതടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും തുടർന്ന് ട്രെയിനിൽ യൂറോപ്പിലേക്കും ചരക്ക് ഗതാഗതം സാധ്യമാക്കുന്നതാണ് പദ്ധതി. 2.5 വർഷം മുൻപ് ഇന്ത്യയും അടുത്ത സഖ്യകക്ഷിയായ UAEയും വിഭാവനം ചെയ്ത ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് ഇടനാഴി ഇന്ത്യയെയും യൂറോപ്പിനെയും സൗദി അറേബ്യ വഴി അടുപ്പിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ്. ഇന്ത്യയിൽ നിന്ന് കപ്പലിൽ കണ്ടെയ്നറുകൾ വഴി UAEയുടെ കിഴക്കൻ കടൽ തീരത്തുള്ള ഫുജൈറ തുറമുഖത്തെത്തുന്ന ചരക്ക് പിന്നീട് സൗദി അറേബ്യ ജോർദാൻ വഴി 2650 കിലോമീറ്റർ റെയിൽ റോഡ് പാതയിലൂടെ ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തേക്ക് എത്തുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഏകദേശം 1850 കിലോമീറ്റർ റെയിൽ റോഡ് ഇതിനകം പ്രവർത്തിക്കുന്നുണ്ട്. ശേഷിക്കുന്ന ഭാഗം സൗദി അറേബ്യ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിട്ടുമുണ്ട്. ഇന്ത്യയിൽ നിന്ന് നേപ്പാൾ, ബംഗ്ലാദേശ് തുടങ്ങി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ ഹൈഫ തുറമുഖത്ത് നിന്ന് ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ് എന്നിവയുൾപ്പെടെ യൂറോപ്പിലെ വിവിധ തുറമുഖങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. ഘട്ടം ഘട്ടമായി ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് ഇടനാഴി പൂർത്തിയാക്കാനാണ് തീരുമാനം. സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റെയിൽ എഞ്ചിനുകളായിരിക്കും ഇതിനായിട്ട് ഉപയോഗിക്കുക. ഭാവിയിൽ വിയറ്റ്നാമിൽ നിന്ന് മ്യാൻമാർ, ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് ചരക്കുകൾ അയക്കുവാനും 72 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ ചരക്കുകൾ യൂറോപ്യൻ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കാനുമുള്ള ഒരു റെയിൽ പാലമായിരിക്കും ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് ഇടനാഴി. ഇസ്രായേലിലെ ഹൈഫ തുറമുഖം നിലവിൽ ഒരു ഇന്ത്യൻ കമ്പനിയാണ് പ്രവർത്തിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ജോ ബൈഡൻ, സൗദി പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ, UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ്, യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ, ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ എന്നിവരാണ് ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് ഇടനാഴി പദ്ധതി പ്രഖ്യാപനത്തിൽ പങ്കെടുത്തത്. ഇതിൽ ജർമ്മനിയും ഫ്രാൻസും ഈ പദ്ധതിയിൽ തങ്ങളുടെ പങ്ക് കൃത്യമായി നിർവഹിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ പദ്ധതിക്കൊപ്പമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പോ ഇത് ലോകത്തൊരു പുതിയ ബദൽ മാർഗമായി മാറുകയാണ്. ചൈനയുടെ വൺ ബെൽറ്റ് വൺ റോഡ് അല്ലെങ്കിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദലായിട്ട് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയത്തിന്റെ തുടക്കമായി നമുക്കിതിനെ കാണാം. ഈ ഒരു മാർഗത്തിലൂടെ കൂടുതൽ കണക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ട്രേഡ് രംഗത്ത് ക്രിയേറ്റ് ചെയ്യുവാനുള്ള ഒരു പദ്ധതിയുടെ തുടക്കമായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു സാമ്പത്തിക ഒരു ഇടനാഴിയെ നമുക്ക് കാണാം. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്നാണ് ഈ സാമ്പത്തിക ഇടനാഴിക്ക് പേര് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം ചൈനയ്ക്കിട്ട് ഒരു ഒന്നാന്തരം പണിയും കൂടിയാണ്, മുട്ടൻ പണി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു പണിയും കൂടിയാണ് നിലച്ചിരിക്കാത്ത സമയത്ത് ഇന്ത്യ നൽകിയത് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. Your Highnesses, Excellencies, इस स्पेशल इवेंट में आप सबका हार्दिक स्वागत है. मेरे मित्र राष्ट्रपति बाइडेन के साथ इस इवेंट को को-चेयर करते हुए मुझे हार्दिक खुशी हो रही है. आज हम सब ने एक महत्वपूर्ण और ऐतिहासिक समझौता संपन्न होते हुए देखा है. आने वाले समय में यह भारत, पश्चिम एशिया और यूरोप के बीच इकोनॉमिक इंटीग्रेशन का प्रभावी माध्यम होगा.
ये पूरे विश्व में कनेक्टिविटी और विकास को सस्टेनेबल दिशा प्रदान करेगा। मैं हिज एक्सलेंसी राष्ट्रपति बाइडेन, हिज रॉयल हाइनेस क्राउन प्रिंस एंड प्राइम मिनिस्टर मोहम्मद बिन सलमान, हिज रॉयल हाइनेस राष्ट्रपति शेख मोहम्मद बिन जायद, हिज एक्सलेंसी राष्ट्रपति मैक्रो, हिज एक्सलेंसी चांसलर सोल्च, हर एक्सलेंसी प्रधानमंत्री मेलोनी और हर एक्सलेंसी प्रेसिडेंट वॉन डेर लेयन, इन सबको इस इनिशिएटिव के लिए मैं बहुत बहुत बधाई देता हूं। फ्रेंड्स, मजबूत कनेक्टिविटी और इंफ्रास्ट्रक्चर मानव सभ्यता के विकास का मूल आधार है। भारत ने अपनी विकास यात्रा में इस विषय को सर्वोच्च प्राथमिकता दी है। फिजिकल इंफ्रास्ट्रक्चर के साथ साथ सोशल, डिजिटल तथा फाइनेंशियल इंफ्रास्ट्रक्चर में अभूतपूर्व पैमाने पर निवेश हो रहा है। इससे हम एक विकसित भारत की मजबूत नींव रख रहे हैं। हमने ग्लोबल साउथ के अनेक देशों में एक विश्वसनीय पार्टनर के रूप में एनर्जी, रेलवे, वाटर, टेक्नोलॉजी पार्क्स जैसे क्षेत्रों में इंफ्रास्ट्रक्चर प्रोजेक्ट्स इंप्लीमेंट किए हैं। इन प्रयासों में हमने डिमांड ड्रिवन और ट्रांसपेरेंट अप्रोच पर विशेष रूप से बल दिया है। पीजीआईआई के माध्यम से हम ग्लोबल साउथ के देशों में इंफ्रास्ट्रक्चर गैप को कम करने में महत्वपूर्ण योगदान दे सकते हैं। फ्रेंड्स, भारत कनेक्टिविटी को क्षेत्रीय सीमाओं में नहीं मापता। सभी क्षेत्रों के साथ कनेक्टिविटी बढ़ाना भारत की मुख्य प्राथमिकता है। हमारा मानना है कि कनेक्टिविटी विभिन्न देशों के बीच आपसी व्यापार ही नहीं, आपसी विश्वास भी बढ़ाने का स्रोत है। कनेक्टिविटी इनिशिएटिव्स को प्रमोट करते हुए कुछ मूलभूत सिद्धांतों का सुनिश्चित किया जाना महत्वपूर्ण है, जैसे अंतर्राष्ट्रीय नॉर्म्स, रूल्स तथा लॉज का पालन, सभी देशों की संप्रभुता और क्षेत्रीय अखंडता का सम्मान, डेट बर्डन की जगह फाइनेंशियल वायबिलिटी को बढ़ावा देना और पर्यावरण के सभी मापदंडों का पालन करना। आज जब हम कनेक्टिविटी का इतना बड़ा इनिशिएटिव ले रहे हैं, तब हम आने वाली पीढ़ियों के सपनों के विस्तार के बीज बो रहे हैं। मैं इस ऐतिहासिक अवसर पर सभी लीडर्स को मैं बहुत बहुत शुभकामनाएं देता हूं और सबका बहुत बहुत धन्यवाद करता हूं।